ഈ അവിയലെന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണല്ലേ. അപ്പോൾ ഈ അവിയൽ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു അടിപൊളി അവിയലിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അവിയലുണ്ടാക്കാനായിട്ട് നമ്മളിത് കഷ്ണങ്ങളൊക്കെ നീളത്തിൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന കഷ്ണങ്ങൾ എന്നൊന്നുമില്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള ഏതെല്ലാം പച്ചക്കറി കഷ്ണങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കൂടുതലായിട്ടും ചേനയും ക്യാരറ്റും വാഴയ്ക്കും പിന്നെ മുരിങ്ങക്കായൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. അതൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു അടിപൊളി അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ടോടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച ഈ കഷ്ണങ്ങളെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. പിന്നെ കുറച്ച് കൂടുതൽ കട്ടിയുള്ള മുരിങ്ങക്കായൊക്കെ ആണെങ്കിൽ നമുക്കതൊന്ന് ചെറുതായിട്ട് ചീന്തി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതും എല്ലാവരും ഉണ്ടാക്കുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ളതും ഒക്കെയാണ് ഈ അവിയൽ. എന്നാലും നമ്മൾ ഓരോ നാട്ടിലേക്കും വ്യത്യസ്തമായ രീതിയിലാണല്ലേ അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ അവിയൽ എങ്ങനെയാണെന്നൊന്ന് നമുക്ക് കാണാം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ച ഈ കഷ്ണത്തിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കഷ്ണങ്ങളൊന്ന് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളതൊന്ന് അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് കഷ്ണങ്ങളൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് തവി കൊണ്ട് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളങ്ങനെ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് കഷ്ണങ്ങളൊക്കെ വേവിക്കുമ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പം ഈ കഷ്ണങ്ങളൊക്കെ അങ്ങനെ വെന്ത് വരുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് നമ്മൾ അവിയലുണ്ടാക്കുമ്പം തന്നെ വന്ന് തുടങ്ങും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ ആരും ചെയ്തിട്ടില്ല എങ്കിൽ ഈ രീതിയിലൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അവിയൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇത് ഈ അവിയലിലേക്കുള്ള ഈ അരപ്പ് അതിനായിട്ട് കുറച്ച് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ കുറച്ച് ജീരകവും കൂടി ചേർക്കും കേട്ടോ. ജീരകം ഒരുപാടൊന്നും വേണ്ട, അതിൻ്റെ ആ ടേസ്റ്റ് കൂടുതലായിട്ട് വന്നാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ചുമന്നുള്ളി ചെറിയ ഉള്ളി ചേർക്കും കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും അവിയൽ ഉണ്ടാക്കുമ്പോൾ ഒരു 2 ദിവസത്തേക്ക് ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കുക. അപ്പം ഞാൻ സാധാരണ ചെറിയ ഉള്ളി ഉപയോഗിക്കാറില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ അവിയൽ പെട്ടെന്ന് ചീത്തയായി പോകും. ഇതാകുമ്പോൾ 2 ദിവസം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ വെച്ചാലും അവിയലൊന്നും ആവില്ല കേട്ടോ. അത് കാരണം ഞാൻ ചുവന്ന ഉള്ളി ചേർക്കാതെയാണ് അവിയലുണ്ടാക്കാറ്. ഇപ്പോൾ അതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി നോക്കണം കേട്ടോ. കഷ്ണങ്ങളൊക്കെ അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ ഒരുപാട് നൈസായിട്ട് അരയണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമ്മൾ തൈര് ചേർത്തിട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ടോ ഒക്കെ ഒന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ അത് അവിയലിലേക്ക് തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ തേങ്ങയിലേക്കൊക്കെ എന്താ പറയുക ഒന്നൊന്ന് ആ ഒരു തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട, തീയൊക്കെ കുറച്ച് വെച്ചിട്ടാണ് നമ്മളതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത്. ഒരു കുറച്ച് നേരം മതി, അത് അടി പിടിച്ച് പോകരുത്. അവിയലുള്ള വെള്ളമൊക്കെ വറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ അവിയലിലെ
അരപ്പൊക്കെ ഒന്ന് ആവി വന്ന് ഒന്നിതായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തീ കുറച്ച് വെച്ചിട്ടായാലും കുഴപ്പമില്ല. നമ്മൾ തൈര് ചേർക്കുമ്പം അത് പിരിഞ്ഞ് പോവാതെ നോക്കണം. തൈര് ചേർക്കുമ്പോൾ ഒരുപാട് ചൂട് വേണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ അവിയലൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ തന്നെയുള്ള നല്ല നാടൻ കറിവേപ്പിലയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അവിയലിലേക്ക് ആ തൈരും അതിൻ്റെ കൂടെ കറിവേപ്പിലയും പിന്നെ നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ. അങ്ങനെ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഈ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് കൂടിയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളിതൊന്ന് അടച്ച് വയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിയലിൻ്റെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനി നിങ്ങളൊന്ന് ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിൽ കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഈ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാനുള്ള ചെറിയൊരു പ്രയാസം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിയലൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല നമുക്ക് എല്ലാ വെജിറ്റബിൾസും നമുക്ക് കഴിക്കാനും പറ്റും. ഇവിടെ ചക്കരയൊന്നും വേറെ ഒരു പച്ചക്കറികളൊന്നും കഴിക്കില്ല. പക്ഷേ ഈ അവിയലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ.